السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ ഇസ്ലാം എന്ന മഹിതമായ ആദർശ സംഹിത, അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് കിട്ടി എന്നത് പടച്ചറബിൻ്റെ വലിയ അനുഗ്രഹമാണ്. അതിൽ നമുക്ക് അഭിമാനബോധവും സന്തോഷവും ഉണ്ടാകണം. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞതുപോലെ, അൽ വാജിബു അലൽ മുസ്ലിമി അൻ യഅ്തസ്സ ബിദീനിഹി വയഫ്തഖിറ ബിഹി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ സംഗതിയാണ് ദീനിനെ കൊണ്ട് അഭിമാനിക്കുകയും അതേപോലെ തന്നെ സന്തോഷിക്കുകയും ചെയ്യുക എന്നത്. വഅൻ യഖ്തസിറ അലാ മാ ഹദ്ദഹുല്ലാഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവും അവൻ്റെ തിരുദൂതരും എന്താണോ നമുക്ക് പരിധി നിശ്ചയിച്ച് അതിര് നിർണയിച്ച് പഠിപ്പിച്ചു തന്നത്, അതിൽ നമ്മൾ ഒതുങ്ങുകയും ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്നാണ്. അപ്പോൾ മതം നമുക്ക് അഭിമാനമാണ്, അതേപോലെ തന്നെ പ്രതാപമാണ്, അന്തസ്സാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്നാ കുന്ന അദല്ല ഖൗമിൻ ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മൾ ജാഹിലിയത്തിൽ വളരെ നിന്ദരായ അധസ്ഥിതരായ ആളുകളായിരുന്നു. എന്നാൽ അതിനുശേഷം അള്ളാഹു നമുക്ക് ഇസ്ലാം മുഖേന ഇസ്സത്ത് നൽകി, പ്രതാപവും അന്തസ്സും നൽകി. ഫമഹ്മാ നത്ലുബുൽ ഇസ്സ ബിഗൈരി മാ അഅസ്സനല്ലാഹു ബിഹി അദല്ലനല്ലാഹ്. അതിനാൽ അള്ളാഹു നമുക്ക് അന്തസ്സും അഭിമാനവും നൽകിയ ഇസ്ലാമിലൂടെയല്ലാതെ വേറെ വല്ലതിലും നമ്മൾ അന്തസ്സും അഭിമാനവും തേടിപ്പോകുന്നുവെങ്കിൽ അള്ളാഹു നമ്മെ കൈയൊഴിക്കുകയും നിന്ദിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമികമായ ആശയാദർശങ്ങൾ അത് ആരുടെയും മുമ്പിൽ അഭിമാനത്തോടുകൂടി പറയാനും ഉയർത്തിക്കാണിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഇസ്ലാം എല്ലാറ്റിനെയും അതിജയിക്കുന്ന അന്തസ്സും ഗരിമയുമുള്ള ആശയമാണ്, ആദർശമാണ്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, പലതും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിൻ്റെ നിയമശാസനകളെയും സംസ്കാരങ്ങളെയും അധ്യാപനങ്ങളെയും കൈയൊഴിക്കുകയാണ്. ഫാഷൻ എന്ന പേരിൽ, അല്ലെങ്കിൽ പുരോഗമനം എന്ന പേരിൽ യൂറോപ്യർ തുപ്പിക്കളഞ്ഞ എച്ചിലുകൾ, അവർ വലിച്ചെറിഞ്ഞ അവശിഷ്ടങ്ങൾ, അത് വസ്ത്രധാരണത്തിലും ആചാര മര്യാദകളിലും എല്ലാം നമ്മൾ സ്വീകരിക്കുകയും മഹിതമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും പ്രസക്തമായ, നന്മ നിറഞ്ഞ ഇസ്ലാമിൻ്റെ നിയമശാസനകളെ അരികുവൽക്കരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇസ്ലാം പഠിപ്പിച്ച അഭിവാദ്യ രീതി, നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അഭിവാദന രീതി ഏത് ഘട്ടത്തിലും സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും എല്ലാ സന്ദർഭത്തിലും അത് പറയാൻ ഏറ്റവും ആപ്റ്റായ ഉന്നതമായ ഒരു അഭിവാദന രീതിയാണ്. സങ്കടം കൊണ്ട് മനസ്സ് തകർന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ യാതൊരു അരോചകത്വവും അതേപോലെ തന്നെ അസാംഗത്യവും അവിടെയില്ല. നേരെ മറിച്ച് ആ സുന്ദരമായ അഭിവാദന രീതി ഒഴിവാക്കിയിട്ട് പകരം നമ്മിൽ പലരും സ്വീകരിക്കുന്ന ഹായ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പോലെയുള്ള രീതി, അത് സന്തോഷത്തിൻ്റെ സന്ദർഭത്തിൽ ഒരുപക്ഷെ നമുക്ക് ഭംഗിയായി തോന്നിയേക്കാമെങ്കിലും സങ്കടപ്പെടുന്ന, അല്ലെങ്കിൽ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് ആപ്റ്റല്ല, അത് അരോചകമായി തീരും എന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. അതേപോലെ തന്നെ നമ്മളിൽ പലരും ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. ആരുടെ സംസ്കാരമാണത്? വസ്ത്രത്തിലും ആഘോഷങ്ങളിലുമെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു വിവാഹം നടക്കുമ്പോൾ ഇസ്ലാമിൻ്റെതായ സംസ്കാരങ്ങളും മര്യാദകളും രീതികളുമാണോ ഇത് നമ്മൾ കാണുന്നത്? അപ്രകാരം തന്നെ DJ പാർട്ടികൾ, നൈറ്റ് ലൈഫ് സംസ്കാരങ്ങൾ തുടങ്ങി മാതാപിതാക്കൾ, മുതിർന്നവർ, അധ്യാപകർ
തുടങ്ങിയ പലരെയും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും മനസ്സില്ലാത്ത പുതിയ ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അകമ്പടിയില്ലാതെ ഒരാഘോഷം അവർക്ക് സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇസ്ലാമിനെ മതമായി അംഗീകരിച്ച് സന്തോഷത്തോടുകൂടി അതിൽ അടിയുറച്ചു നിൽക്കാൻ ഉള്ള പരിശ്രമം വേണം, പ്രാർത്ഥന വേണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.